വൈഫ് ഓൺ റെന്റ്. അതെ, ഭാര്യമാരെ വാടകയ്ക്ക് കൊടുക്കുന്നു. കാറും വീടും മറ്റു സാധനങ്ങളും വരെ വാടകയ്ക്ക് കൊടുക്കുന്നത് ഒരു സാധാരണ കാര്യമാണ്. എന്തിന്, സ്ത്രീയുടെ ഗർഭാശയം വരെ വാടകയ്ക്ക് കൊടുക്കുന്നതും എടുക്കുന്നതും പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഭാര്യമാരെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഗ്രാമത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ മധ്യപ്രദേശിലെ ശിവപുരി എന്ന ഈ ഗ്രാമത്തിൽ ഒരു സ്ത്രീയെ ഒരാഴ്ച മുതൽ ഒരു വർഷം വരെ വാടകയ്ക്കെടുക്കാം. അതെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ വിചിത്ര ഗ്രാമത്തെക്കുറിച്ചും എന്തുകൊണ്ട് അവർ ഇങ്ങനെ ചെയ്യുന്നു എന്നതിനെ പറ്റിയുമാണ്. സോ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഉയർന്ന ജാതിയിൽപ്പെട്ടവരായ പുരുഷന്മാരിൽ നിന്നും പണം വാങ്ങി നിശ്ചിത കാലയളവിലേക്ക് എഴുതി ഉറപ്പിച്ച കരാർ പ്രകാരം സ്ത്രീകളെ ഭാര്യമാരായി വാടകയ്ക്ക് നൽകുന്നതാണ് ഈ ആചാരം. ദഡീജപ്രഥ എന്നാണ് ഈ ആചാരത്തിന്റെ പേര്. വർഷത്തിലൊരിക്കൽ ശിവപുരിയിൽ നടക്കുന്ന മണ്ഡി അഥവാ വാർഷിക ചന്തയിലാണ് ഭാര്യമാരെ വിൽക്കുന്നത്. ഇവിടെ കലങ്ങളും പാത്രങ്ങളും നിരത്തി വെച്ചിരിക്കുന്നത് പോലെ സ്ത്രീകളെയും അണിനിരത്തിയിട്ടുണ്ടാകും. മംഗല്യസൂത്രമണിഞ്ഞ് നെറുകിൽ സിന്ദൂരവും ചാർത്തി സാരിത്തലപ്പ് കൊണ്ട് ശിരസ് മറച്ച പരമ്പരാഗത കുലവധുക്കൾ തന്നെയാണ് ഇവരും. ഏറെയും ദരിദ്ര കുടുംബങ്ങളിലെ പെൺകുട്ടികൾ. കയ്യിൽ പണമുള്ള പുരുഷന്മാർക്ക് ഇവരിൽ ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, വാടകയ്ക്കാണെന്ന് മാത്രം. വിവിധ കാരണങ്ങളാൽ വിവാഹം നടക്കാതെ പോകുന്ന പുരുഷന്മാരാണ് ഇത്തരത്തിൽ വാടക ഭാര്യമാരെ തേടിയെത്തുക. 1 മാസം മുതൽ 1 വർഷം വരെയുള്ള വാടക കരാർ. ഉടമ്പടിക്കനുസരിച്ച് 10 രൂപയുടെയോ 100 രൂപയുടെയോ മുദ്രപത്രത്തിലാണ് എഴുതുക. കരാർ തുക 500 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ആകാറുണ്ട്. കാലാവധി പൂർത്തിയായിട്ടും അതേ സ്ത്രീയെ തന്നെ ഒപ്പം വേണമെന്ന് തോന്നിയാൽ വീണ്ടും തുക നൽകി കരാർ പുതുക്കിയാൽ മതി. ഇനി മറ്റൊരു സ്ത്രീയെ വേണമെന്ന് തോന്നിയാൽ അടുത്ത വർഷത്തെ ചന്തയിലെത്തി പുതിയ ആളുമായി കരാർ എഴുതി പണം നൽകി അവരെ സ്വന്തമാക്കാം. ചന്തയിൽ വാടകയ്ക്ക് നൽകുന്നത് ഭൂരിഭാഗവും വിവാഹിതരായ സ്ത്രീകളെയാണെങ്കിലും ചിലപ്പോഴൊക്കെ അവിവാഹിതകളും ഇത്തരത്തിൽ വാടക ഭാര്യമാരാകാറുണ്ട്. വിവാഹിതയായ യുവതിയെ കച്ചവടം ചെയ്യുന്നത് ഭർത്താവാണെങ്കിൽ അവിവാഹിതയായ സ്ത്രീയെ നൽകി പണം വാങ്ങുന്നത് അച്ഛനോ അമ്മാവന്മാരോ ആയിരിക്കും. 3000-ഓളം സ്ത്രീകളാണ് ശിവപുരി മണ്ഡിയിൽ ഓരോ വർഷവും വാടകയ്ക്ക് നൽകപ്പെടുന്നത്. അധസ്ഥിത വർഗത്തിലുള്ള സ്ത്രീകൾക്കെതിരായ ലൈംഗിക ചൂഷണമായാണ് ദഡീജപ്രഥയെ വിലയിരുത്തപ്പെടുന്നതെങ്കിലും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്ന ലൈംഗിക ദാരിദ്ര്യവും ഈ അനാചാരം തുടരാൻ കാരണമാകുമെന്ന് പറയപ്പെടുന്നു. വിദ്യാഭ്യാസവും വികസനവും എത്തിനോക്കാത്ത ഉൾനാടൻ ഗ്രാമങ്ങളിൽ പെൺഭ്രൂണഹത്യ വർദ്ധിച്ചതോടെ പുരുഷന്മാർക്ക് ആനുപാതികമായി സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇത് ദഡീജപ്രഥ നിലനിൽക്കാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. വിവാഹം കഴിക്കാൻ സ്ത്രീകളെ ലഭിക്കാതെ വരുന്നതോടെ മറ്റു പലരുടെയും ഭാര്യമാരെ സ്വന്തമാക്കേണ്ടി വരുമെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മയും പട്ടിണിയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമെല്ലാം താഴേക്കിടയിലുള്ളവരെ വലയ്ക്കുന്നു. വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായ പട്ടിണി പാവങ്ങളായ സ്ത്രീകളാണ് വിൽപ്പന ചരക്കാകുന്നത്. വാങ്ങുന്നതോ പണവും അധികാരവും ഭൂമിയുമുള്ള സമ്പന്നരും മേൽജാതിക്കാരുമായ പുരുഷന്മാരും. മധ്യപ്രദേശിന് പുറമെ ഗുജറാത്തിലെ ചില സ്ഥലങ്ങളിലും ദഡീജപ്രഥ പിന്തുടരുന്നവരുണ്ട്. സാമൂഹിക അനാചാരം എന്ന നിലയിൽ ഇതിനെ തുടച്ചു നീക്കേണ്ടതിനു പകരം ഇതൊരു കച്ചവടമായി കാണുകയാണ് പലരും. സമീപകാലങ്ങളിൽ നിരക്ഷരായ ഗ്രാമീണരുടെ ആചാരത്തിന്റെ മറവിൽ ഇടനിലക്കാർ അരങ്ങുവാഴുന്ന വലിയ മാംസക്കച്ചവടമായി ഇത് മാറി. കഴുകൻ കണ്ണുകളുള്ള ഇടനിലക്കാർ സ്വന്തം സ്ത്രീകളെ വിൽക്കുന്ന ഗ്രാമീണരെ ചൂഷണം ചെയ്യുകയാണ്. ധനികരിൽ നിന്നും വൻ തുക വാങ്ങിയ ശേഷം ചെറിയൊരു ശതമാനം മാത്രമാണ് സ്ത്രീകൾക്കോ അവരുടെ വീട്ടുകാർക്കോ നൽകുക. ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെയും ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചു വാടകയ്ക്ക് നൽകുന്നുണ്ട്. കൃത്യമായ മാംസക്കച്ചവടമാണ് ഈ ദുരാചാരത്തിന്റെ മറവിൽ നടക്കുന്നത്. ഈ അനാചാരത്തിനെതിരെ ചില സംഘടനകളും സർക്കാരുമൊക്കെ രംഗത്ത് വന്നെങ്കിലും പരാതിക്കാരുടെ അഭാവത്തിൽ നിയമ നടപടികളിലേക്ക് പോകാൻ കഴിയാറില്ല. സ്ത്രീകൾ തന്നെയാണ് പലപ്പോഴും നിയമ നടപടികളെ എതിർക്കുന്നത്. കാരണം കേസെടുത്താൽ കുടുങ്ങുന്നത് സ്വന്തം വീട്ടുകാരായിരിക്കുമല്ലോ. ഗ്രാമീണരെ ബോധവൽക്കരിക്കുന്നതിലൂടെ മാത്രമേ ദഡീജപ്രഥയ്ക്ക് അന്ത്യം കുറിക്കാനാവൂ. എന്നാൽ ദാരിദ്ര്യം കൊടികുത്തി വാഴുന്നിടത്ത് ബോധവൽക്കരണത്തിന് എന്ത് പ്രസക്തി എന്നാണ് സാമൂഹിക പ്രവർത്തകർ പോലും ചോദിക്കുന്നത്. മാസവരുമാനത്തിൻ്റെ 10 ഇരട്ടി വരെ ഇത്തരം കൈമാറ്റത്തിലൂടെ ലഭിക്കുന്നതാണ് പട്ടിണി പാവങ്ങളെ ഇത്തരം കച്ചവടത്തിലേക്ക് വലിച്ചിഴക്കുന്നത്. കുട്ടികളുടെ അവസ്ഥയും അതിസങ്കീർണമാണ്. ഇവിടെ പിതൃത്വത്തിൽ അവകാശമുണ്ടെങ്കിലും മാതാപിതാക്കൾ കരാർ അവസാനിപ്പിച്ച് പിരിയുമ്പോൾ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഒപ്പം കുട്ടികൾക്ക് തുടരാം. ഇനി അമ്മ പുതിയൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ ഒപ്പം പോവുകയോ അല്ലെങ്കിൽ അമ്മയുടെ മാതാപിതാക്കൾക്കൊപ്പം കഴിയുകയോ ആണ് ചെയ്യുക. ഈ കുട്ടികളുടെ സാമൂഹിക മാനസികാവസ്ഥ പോലും ആശങ്ക ഉളവാക്കുന്നതാണ്.
ഗുജറാത്തി കർഷകനായ അത്ത പ്രജാപതി സ്വന്തം ഭാര്യയായ ലക്ഷ്മിയെ വാടകയ്ക്ക് നൽകിയത് സമ്പന്നനായ ജമീന്ദാറിനാണ്. 8000 രൂപയ്ക്കായിരുന്നു കരാർ ഉറപ്പിച്ചത്. പ്രജാപതിയുടെ മാസവരുമാനത്തിൻ്റെ 10 ഇരട്ടി വരുമാനം. ഈ കരാറിലൂടെ ലക്ഷ്മിക്ക് സ്വന്തം കുടുംബത്തിലെ പട്ടിണി അകറ്റാനായി എന്നാണ് പറയുന്നത്. മധ്യപ്രദേശ്, ഗുജറാത്ത് മേഖലയിലെ പല കുടുംബങ്ങളും ഇത്തരത്തിലാണ് ചിന്തിക്കുന്നത്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ 50,000 രൂപയോളം ചിലവാകും. എന്നാൽ അവളെ വാടകയ്ക്ക് നൽകിയാൽ പണം ഇങ്ങോട്ട് കിട്ടും. ഈ മനോഭാവമാണ് ഇടനിലക്കാർ മുതലെടുക്കുന്നതും. എന്തൊക്കെ ആയാലും ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെയുള്ള അനാചാരങ്ങളും അതിലുപരി ദാരിദ്ര്യ ബുദ്ധിമുട്ടുകൾക്കും ഒരു മാറ്റവുമില്ല എന്ന് പറയുന്നതൊക്കെ തന്നെ അത്ഭുതകരമാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വരുന്നത് വരെ സീ യു സൂൺ.